ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ പാർട്ടി. പിന്നെ ആനന്ദേട്ടനും മറ്റുള്ളവരും അറിയാതെ ആ ശ്യാമക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ എന്ന് നീയും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും പറഞ്ഞിട്ട് വസുന്ധര എഴുന്നേറ്റ് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ. ഹോ, ഇപ്പോഴാ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എടി ശ്യാമേ, നീ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർമ്മ ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. വർമ്മയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അഖിലും ശ്യാമയും. തുടർന്ന് വർമ്മ പറയുകയാണ്, ഞാനിങ്ങോട്ടേക്ക് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എല്ലാ വർഷവും എൻ്റെ ഭാര്യയും മക്കളും നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കുന്ന എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, അതുപോലെ ഈ വർഷം അത് നമുക്ക് ആഘോഷിക്കണം നമ്മുടെ വീട്ടിൽ വെച്ച്. നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ ആഘോഷം നന്നായി തന്നെ നടക്കും, എനിക്കും സന്തോഷമാകും. അപ്പോൾ ഞാൻ തന്നെ രണ്ടാളെയും ക്ഷണിക്കുകയാണ്. വർമ്മ പറയുമ്പോൾ തല കുനിച്ച് നിൽക്കുകയാണ് അഖിലും ശ്യാമയും. അച്ഛൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് ആ വീട്ടിൽ വെച്ചാണ് പരിപാടിയെങ്കിൽ ഞാനും ശ്യാമയും പങ്കെടുക്കില്ല. മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഞാനും ശ്യാമയും ഉറപ്പായിട്ടും വരാമെന്ന് അഖിൽ പറയുമ്പോൾ വർമ്മ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പാർട്ടി നടക്കണമെന്ന എൻ്റെ ആഗ്രഹം. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, അന്നാ വീട്ടിൽ വന്നപ്പോൾ അതും ആനിവേഴ്സറിക്കുണ്ടായ അനുഭവം ഞങ്ങൾ രണ്ടുപേരും മറന്നിട്ടില്ല. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, അതിനെതിരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. പലപ്പോഴായി ആ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടില്ലെന്ന് ഞാൻ നടിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുടുംബത്തിന്റെ ഭദ്രത ഓർത്തുകൊണ്ട് മാത്രമാണ്. കുറച്ച് ക്ഷമിക്കാനും പൊറുക്കാനുമൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷേ ഇനി അത് നടക്കില്ല. ഇപ്പോതാ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അരുണിന്റെയും അശ്വതിയുടെയും കാര്യം തന്നെ ഞാൻ അറിയാൻ വൈകിപ്പോയി. നിങ്ങൾ രണ്ടാളും അതറിഞ്ഞിട്ട് പോലും എന്നിൽ നിന്ന് മറച്ചുവെച്ചു. ആദ്യം വസുവും കൂടി ആ പ്രശ്നം ഇത്രയും വഷളാക്കി. ഇനി ഞാൻ എന്താ ചെയ്യുക? ഒരു വശത്ത് അശ്വതിയും അവന്റെ കുഞ്ഞും, മറുവശത്ത് അവന്റെ ഭാര്യ ഐശ്വര്യ. ഇപ്പോ ഒന്നിനും പരിഹാരം കാണാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ഇനി എന്താണെങ്കിലും വസുവിന്റെ ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി ഞാൻ ശരിവെച്ച് കൊടുക്കില്ല. കുടുംബനാഥൻ എന്ന കടമയിലെ ഞാൻ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോളാം. പിന്നെ നിങ്ങളെ ഈ പാർട്ടിക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞത് തന്നെ വസുവാണ്. ഐശ്വര്യയും വസുവിനെ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിർബന്ധിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളെ രണ്ടാളെയും ഇവിടെ വന്ന് ക്ഷണിച്ചത്. ഇനി അവൾ ശ്യാമയ്ക്കെതിരെ എന്ത് ചതി ഒരുക്കിയാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും. ഇനി ഒരിക്കലും ശ്യാമയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അപമാനം സഹിച്ച് ഇറങ്ങേണ്ടി വരില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. എനിക്ക് എൻ്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കണമെന്ന ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും വന്നാൽ അത് തന്നെയാകും നിങ്ങൾ എനിക്ക് തരുന്ന പിറന്നാൾ സമ്മാനവും. തുടർന്ന് ശ്യാമ വരാമെന്ന് സമ്മതിക്കുകയാണ്. അച്ഛനെ വിഷമിപ്പിക്കണ്ട, നമുക്ക് പോകാമെന്ന് ശ്യാമ അഖിലിനോടും പറയുന്നു. ഇത് കേൾക്കുന്ന അഖില് ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, കുഴപ്പമില്ല അമ്മ, നമ്മളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അച്ഛനു വേണ്ടിയല്ലേ. ഇത് കേൾക്കുന്ന വർമ്മ ശ്യാമയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, നീ എൻ്റെ മരുമകളല്ല, മോളാണ്. അച്ഛൻ എന്താണെങ്കിലും സന്തോഷത്തോടെ പോയിക്കോ, ഞാനും ശ്യാമയും എന്താണെങ്കിലും ഫംഗ്ഷന് വരാം. അഖില് പറയുമ്പോൾ വർമ്മ പറയുകയാണ്, ഞാൻ വിഷമത്തോടെയും ആശങ്കയോടെയുമാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. ഇത്രയും പറഞ്ഞ് വർമ്മ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുന്ധതിയും വിസ്മയും കൂടി വസുന്ധരയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ആനന്ദേട്ടന്റെ പിറന്നാള് ആഘോഷിക്കണമെന്ന ഞങ്ങളൊക്കെ കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ വിസ്മയുടെ പാട്ട് കൂടിയാകുമ്പോൾ ആഘോഷം ഗംഭീരമാകും. അതേക്കുറിച്ച് സംസാരിക്കാനാ കാരണമെന്ന് പറഞ്ഞതെന്ന് വസുന്ധര പറയുമ്പോൾ അരുന്ധതിയും വിസ്മയും പരസ്പരം നോക്കുകയാണ്. എന്താ, പാടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ലെന്ന് അരുന്ധതി പറയുന്നു. തുടർന്ന് അരുന്ധതിയും വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് വിസ്മയ. മമ്മി, ഇത് ട്രാപ്പാണെന്നാ തോന്നുന്നത്. ഇവിടെ നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏയ്, ഇത് വസുന്ധരയല്ലേ വിളിക്കുന്നത്. അവർക്ക് ശ്യാമയെ ഇഷ്ടമല്ല താനും, അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ വാ, നമുക്ക് എന്താണെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് അരുന്ധതി വിസ്മയം കൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് അരുന്ധതി വസുന്ധരയോട് പറയുകയാണ്, അത് പിന്നെ അവൾക്കിപ്പോ ഷോകൾ ഒഴിഞ്ഞുള്ള സമയമേ ഇല്ല, അതുകൊണ്ട് ഈ പാട്ട് എങ്ങനെ പാടുമെന്ന് ചോദിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അതിന് ഇതധികം സ്ട്രെയിൻ ഒന്നും എടുക്കണ്ടല്ലോ, 2-3 പാട്ട് അത്ര മതി. അപ്പോതാ അഡ്വാൻസ് ആണെന്നും പറഞ്ഞ് ഒരു കവറ് വസുന്ധര വെച്ച് നീട്ടുമ്പോൾ അരുന്ധതി ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആനന്ദവർമ്മ. തുടർന്ന് അരുന്ധതിയുടെ നിർബന്ധപ്രകാരം വിസ്മയ അഡ്വാൻസ് വാങ്ങുകയാണ്. അപ്പോൾ ആനന്ദേട്ടന്റെ പിറന്നാളാഘോഷം നമ്മൾ വിസ്മയുടെ പാട്ടോടെ ഗംഭീരമാക്കുന്നെന്ന് വസുന്ധര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ശ്യാമയെ കൊണ്ട് എങ്ങനെ പാട്ട് പഠിപ്പിക്കുമെന്ന് ചോദിക്കുകയാണ് വിസ്മയ. നീ എന്താ നിന്റെ മ്യൂസിക്കൽ കരിയർ ഇവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? ഇല്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ എങ്ങനെയെങ്കിലും ശ്യാമയെ കൊണ്ട് സമ്മതിപ്പിക്കണം. ശരി മമ്മി, ഞാൻ ശ്രമിക്കാമെന്ന് വിസ്മയ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അമ്മ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, നേരത്തെ നമുക്ക് അതറിയാവുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ.
അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് അച്ഛന്റെ സന്തോഷത്തിന് അവിടെ പോകണമെന്ന് ശ്യാമ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മ ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അച്ഛൻ കുറച്ചു മുമ്പല്ലേ വന്നിട്ട് പോയത്, ഇപ്പൊ എന്തു പറ്റിയെന്ന് ശ്യാമ അഖിലിനോട് ചോദിക്കുന്നു. തുടർന്ന് വർമ്മ അകത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം അറിഞ്ഞത്. അപ്പോ നേരിട്ട് തന്നെ വന്ന് മോളുടെ സമ്മതം വാങ്ങാമെന്ന് കരുതിയാ ഞാൻ വന്നത്. അച്ഛാ എന്താ പ്രശ്നമെന്ന് ശ്യാമ ചോദിക്കുമ്പോ വസുന്ധര അരുന്ധതിക്ക് അഡ്വാൻസ് കൊടുത്തതും അരുന്ധതി വിസ്മയുടെ പാട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞതും എല്ലാം തന്നെ വർമ്മ പറയുകയാണ്. ഇനി എന്തൊക്കെ വന്നാലും മോള് അവക്ക് വേണ്ടി പാടരുത്. അച്ഛാ, അച്ഛന് വാക്ക് തന്നതിന് ശേഷം വിസ്മയുടെ അവസ്ഥ കണ്ട് എനിക്കൊരു പ്രാവശ്യം പാടേണ്ടി വന്നു. അത് കുഴപ്പമില്ല മോളെ, നിന്നെ എനിക്ക് അറിയാവുന്നതല്ലേ, നീ ഇനി പാടരുതെന്ന് പറയുമ്പോ ഒരിക്കലും പാടില്ലെന്ന് ശ്യാമ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വർമ്മ അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു വിസ്മയ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, എന്താകുമെന്ന് നമുക്ക് കാണാം. തുടർന്ന് വിസ്മയ അകത്തേക്ക് കയറി വന്ന്, അയ്യോ ശ്യാമേ, എനിക്ക് ദേഹം തളരുന്നു, തല കറങ്ങുന്നതൊക്കെ പറയുകയാണ്. വെള്ളം വേണമെന്ന് വിസ്മയ പറയുമ്പോ അതെടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ് ശ്യാമ. ശ്യാമ എന്താണെങ്കിലും ഇതിൽ വീണു, ഇനി ബാക്കി കാര്യങ്ങള് വർക്കൗട്ട് ചെയ്യാമെന്ന് മനസ്സിൽ പറയുകയാണ്. അതേസമയം അടുക്കളയിലേക്ക് വരുന്ന ശ്യാമ മനസ്സിൽ പറയുകയാണ്, അല്ല വിസ്മയ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഓ, അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ പാടാൻ നിർബന്ധിക്കാനാകും എന്നൊക്കെ ശ്യാമ മനസ്സിൽ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.